ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഞങ്ങളുടെ സൂപ്പർ വുമൺ 369 ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു തെരളിയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ റവയാണ് ഇട്ട് കൊടുക്കുന്നത്. സാധാരണയായി തെരളി ഉണ്ടാക്കുന്നത് അരിപ്പൊടി കൊണ്ടാണ്. അമ്പലങ്ങളിലൊക്കെ പച്ച അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിലൊക്കെ പല സ്ഥലങ്ങളിൽ ഇതിന് പല പേരുകളിലായിരിക്കും അറിയപ്പെടുന്നത്. എനിക്ക് വേറെ പേരൊന്നും അറിയില്ല. ഇത് തെരളി എന്നാണ് ഞങ്ങളുടെ അവിടെ പറയുന്നത്. അതായത് വഷണയില, അത് ബേ ലീഫില്ലേ, ബേ ലീഫിൻ്റെ ഗ്രീൻ ലീഫാണ്. ഗ്രീൻ ലീഫ് കൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഈ ലീഫാണ്. റവയുടെ കൂട്ടത്തിൽ തന്നെ 1 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയും കൂടെ ഒരു ബൈൻഡിങ്ങിന് വേണ്ടിയിട്ട് ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 3 ഏലക്കായും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ടിത് ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കണം. കണ്ടില്ലേ, ഇപ്പോൾ ഇതൊന്ന് എല്ലാം കൂടെ നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ അങ്ങ് ഒരുപാടങ്ങ് ഭസ്മം പോലല്ല, ചെറിയ കരുതരിപ്പ് കാണും, എന്നാലും ഒരുവിധം ഒന്ന് നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് ഞാനിത് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തിൽ ഞാൻ ഒട്ടും വെള്ളം ചേർക്കാതാണ് ഇതുണ്ടാക്കുന്നത്. ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പതിയൻ ശർക്കരയാണ്. ഒരു 2 ടേബിൾ സ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ശർക്കര ഉരുക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ചിരണ്ടി ഇട്ടിട്ട്, നല്ല ശർക്കരയാണെങ്കിൽ ചിരണ്ടി ഇതിലേക്ക് ഇട്ടാൽ മതി. അല്ലെങ്കിൽ പൊടിയായിട്ടുള്ള ശർക്കര വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അതായാലും കുഴപ്പമില്ല. ഏത് ശർക്കര ആയാലും കുഴപ്പമില്ല. ശർക്കരയാണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത്. ഇനി ഇതിനകത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറുപഴമാണ്. ഒരു 6 ചെറുപഴം ഇതിനകത്തിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഴം ഇതിനകത്തിലേക്ക് പൊളിച്ചിട്ടതിന് ശേഷം നന്നായിട്ടത് ഞെരടിയെടുക്കണം. ഒരു 6 പഴവും ഇതിനകത്തിലേക്ക് ഞാൻ പൊളിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം കുറച്ച് പഴം ഇട്ട് കൊടുത്തിട്ട് അത് ചേർത്തതിന് ശേഷം പിന്നെ രണ്ടാമതാണ് ഞാൻ ബാക്കി 2 പഴവും കൂടെ ചേർത്ത് കൊടുത്തത്. ഇനി നന്നായിട്ടൊന്ന് ഉടച്ച് അതിനകത്തിലേക്ക് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇതിനകത്ത് ഒട്ടും വെള്ളം ചേർക്കുന്നില്ല, പക്ഷെ നന്നായിട്ട് മിക്സ് ആവണം. പക്ഷെ എന്നാൽ ലൂസായിട്ടും ഇരിക്കണം. അതുപോലാണ് ഇത് കുഴച്ചെടുക്കുന്നത്. ഇത് കുഴച്ചെടുക്കാൻ അത്രയും പഴം മതിയായിരുന്നു, പക്ഷേ എന്നാലും റവ ആയതുകൊണ്ട് നല്ലവണ്ണം ഇത് വെള്ളം പിടിക്കും. അതുകൊണ്ട് ഞാൻ 2 പഴവും കൂടെ വീണ്ടും ചേർത്തു. നമ്മൾ ഒട്ടും വെള്ളം ചേർക്കുന്നില്ലല്ലോ, അപ്പോൾ ഇച്ചിരി ലൂസായിട്ട് തന്നെ മാവ് ഇരിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 പഴവും കൂടെ ചേർത്തു. ഇത് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നൊരു പലഹാരമാണ്. ഈസിയാണ്, ഹെൽത്തിയാണ്, ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ആക്കുക. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അവർക്കും ഇത് പ്രയോജനപ്പെടട്ടെ. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. പഴയ ആൾക്കാർക്കൊക്കെ ഇത് അറിയായിരിക്കും, പക്ഷേ പുതിയ തലമുറയിലെ കുട്ടികൾക്കൊന്നും ഇതറിയില്ലായിരിക്കും. അപ്പോൾ ഇതിനകത്ത് അധികം ചേരുവകളൊന്നുമില്ല. ഈസിയായിട്ട് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു പലഹാരമാണ്. ഓക്കെ, ഇപ്പോൾ അത് ഒന്നുകൂടെ ലൂസായിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഇത് കുഴച്ച് റെഡിയാക്കി കഴിഞ്ഞു. ഇനി നമുക്കിത് ഏലക്കകത്തിൽ ഒന്ന് ഷേപ്പാക്കി, ഒരുപാട് ഷേപ്പാക്കാനും പാടുപെടാനും ഒന്നുമില്ല, എളുപ്പം ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇത് നോക്കാം. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ തേങ്ങ തിരുമ്മിയതും കൂടെ ചേർക്കാം. ഞാൻ പക്ഷേ ചേർക്കുന്നില്ല. ഇതുപോലെ ഇലയിൽ ചെറിയ പീസാക്കി എടുക്കണം, ചെറുതായിട്ട് മതി അതിനകത്ത് നമുക്ക് ഉരുട്ടി വെക്കേണ്ടത്. കയ്യിൽ പറ്റുന്നെങ്കിൽ അല്പം വെള്ളം തൊടാം. അതിനുവേണ്ടി ഞാൻ എടുത്തു വെച്ചതേ ഉള്ളൂ, പക്ഷേ വെള്ളമൊന്നും തൊടേണ്ടി വന്നില്ല. ഞാൻ ആ ചീത്ത ഭാഗം കട്ട് ചെയ്തിട്ട് അതിനകത്ത് ചെറുതായിട്ട് ഇച്ചിരി മാവ് വെച്ചിട്ട് ഇതൊന്നും മടക്കി, ഇങ്ങനെ ഒരു സൈഡ് മാത്രം മടക്കി വെച്ചു. എന്നിട്ട് അതിനകത്ത് വീണ്ടും ഒരു പീസ് മാവും കൂടെ നമുക്കത് വെക്കാൻ പറ്റും. അപ്പം ഉണ്ടാക്കുമ്പോൾ 2 പീസ് ഒരെണ്ണത്തിനകത്ത് നിന്ന് നമുക്ക് കിട്ടും. എന്നിട്ട് ഉണ്ടാക്കിയത് ഒരു പ്ലേറ്റിലേക്ക് ഞാൻ നിരത്തി വെച്ചു. ഈ 6 ടേബിൾ സ്പൂൺ ഇച്ചിരിയല്ലേ എടുത്തിട്ടുള്ളൂ. ഞങ്ങളിവിടെ വീട്ടിൽ 2 പേരേ ഉള്ളൂ.
അപ്പം ഞങ്ങൾക്ക് കഴിക്കാനും മാത്രം മതിയല്ലോ, അതുകൊണ്ട് ഞാൻ അത്രയും തീരെ കുറച്ചായിട്ട് എടുത്തത്. ഈ 6 ടേബിൾ സ്പൂൺ കൊണ്ടുണ്ടാക്കിയത് തന്നെ 6 എണ്ണം ഉണ്ടാക്കാൻ പറ്റി. അതായത് ഒരു 12 പീസ് അപ്പോൾ അതിനകത്ത് നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. ഭയങ്കര മണമാണിതിന്. ഇത് നല്ല മണവും നല്ല രുചിയായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഞാൻ റെഡിയാക്കി കഴിഞ്ഞു. അപ്പോൾ ഇനി ഇത് നമുക്കൊന്നൊന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മാത്രം മതി. അടുപ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നല്ലവണ്ണം വരുമ്പോഴത്തേക്ക് നമുക്കിതെല്ലാം പെറുക്കി വെക്കാം. തിള വന്നിട്ടുണ്ട്. നമുക്കിനി ഇതെല്ലാം പെറുക്കി അതിനകത്തിലേക്ക് വെച്ച് അടച്ചു വെക്കാം. ഇത് അങ്ങോട്ട് തിള വരുമ്പോഴത്തന്നെ നല്ല മണമാണ് കേട്ടോ. നല്ല മണവും നല്ല രുചി, നല്ല സോഫ്റ്റുമായിരുന്നു. കഴിക്കാൻ നല്ല രസമായിരുന്നു. എന്നിട്ട് മതിയാവാത്ത പോലെ രുചിയുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. ഓക്കെ, നമ്മുടെ തിരളിയപ്പം ഒന്ന് വെന്തോന്ന് നമുക്ക് കുത്തി നോക്കാം. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട്, അതിലൊട്ടും പിടിച്ചിട്ടില്ല. അപ്പോൾ നമുക്കിത് വാങ്ങാറായി. ഗ്യാസ് ഓഫ് ചെയ്ത് ഞാൻ ഒന്ന് മുറിച്ച് കാണിക്കാം. ഇതിനകത്ത് നന്നായിട്ട് വെന്തിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. കണ്ടില്ലേ, നല്ല ഇതായിട്ടിരിപ്പുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്.